പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ, എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NS+2 ഹ്യൂമാനിറ്റീസിൽ വരുന്ന ഹിസ്റ്ററിയുടെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ആണ്. അതായത് 20ാമത്തെ ചാപ്റ്ററിൽ വരുന്ന നാഷണലിസം എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് MCQ ക്വസ്റ്റ്യൻസും ആൻസർ ആണ്. ഈ ചാപ്റ്ററിൽ വരുന്ന 2 മാർക്കിന്റെയും 3 മാർക്കിന്റെയും 4, 5 മാർക്കിന്റെയും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ 1 മാർക്കിന്റെ വിവിധ ക്വസ്റ്റ്യൻസും ആൻസർ ആണ്. ഇനി ഇതിന്റെ ബാക്കി ഭാഗം കൂടി അടുത്ത വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തും. എൻ്റെ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 ഏപ്രിൽ മാസത്തിൽ വന്ന സിലബസ് അപ്ഡേഷൻ പ്രകാരം മൊത്തം സിലബസിന്റെ 60% മാത്രമേ നിങ്ങൾ പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% എക്സാമിൽ നിന്ന് ഒഴിവാക്കി. ആ 60%ത്തിൽപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് വരുന്നത്. മലയാളത്തിൽ എക്സാം എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. അതുകൊണ്ടാണ് ബോർഡിൽ ഇംഗ്ലീഷിൽ എഴുതുന്നത്. പരമാവധി 1 വേർഡ് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഇംഗ്ലീഷിൽ തന്നെ എഴുതാൻ നോക്കാം. ഞാൻ കുറച്ച് ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻസ് ആണ് എഴുതിക്കുന്നത്. അതിന്റെ ഇടയിൽ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാധാ 1 വേർഡ് 1 മാർക്കിന്റെയും കൊടുത്തിട്ടുണ്ട്. തന്നിരിക്കുന്ന ആശയങ്ങൾ ശരിയാണെങ്കിൽ ട്രൂ, തെറ്റാണെങ്കിൽ ഫാൾസ് ആയിട്ട് അടയാളപ്പെടുത്താം. ഓക്കെ, ദ ഹിസ്റ്ററി ഓഫ് നാഷണലിസം ഈസ് ഓൾഡ് ആസ് ദ ഹിസ്റ്ററി ഓഫ് മാൻകൈൻഡ്. മാനവരാശിയോളം പഴക്കമുണ്ട്. ദേശീയതക്ക് മാനവരാശിയോളം പഴക്കമുണ്ട് എന്നുള്ളതാണ്. അത് തെറ്റാണ്. മനുഷ്യൻ ജന്മം എടുത്ത മുതൽ എന്തില്ല, ദേശീയത വന്നിട്ടില്ല. അതിന് ശേഷമൊക്കെയാണ് ദേശീയത വന്നത്. അപ്പൊ അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത് പറയുന്നത് ഐഡിയ ഓഫ് നാഷണലിസത്തിന്റെ ഐഡിയ എന്ന് പറയുന്നത് ഒറിജിൻ ഇസ് ദ ഹിസ്റ്ററിക് മോഡൽ. ഈ നാഷണലിസം എന്ന് പറയുന്ന ദേശീയത എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവരേണ്ട ഐഡിയ എവിടെ വന്നത്? ആധുനിക യൂറോപ്പിലാണ്. അത് ട്രൂ ആണ്, ശരിയാണ്. മൂന്നാമത് നാഷണലിസം വാസ് ദ റിസൾട്ട് ഓഫ് മോഡേൺ ഇൻഡസ്ട്രി. നാഷണലിസത്തിന്റെ റിസൾട്ട് എവിടെ ഉണ്ട്? ആധുനിക വ്യവസായ സമ്പത്ത് വ്യവസ്ഥയിലുണ്ട് എന്നുള്ളതാണ്. അതും ട്രൂ ആണ്. 4, ഇൻ ഇന്ത്യ ദ റിയലൈസേഷൻ ഓഫ് ഇന്ത്യയിൽ നാഷണലിസം ഉത്ഭവിക്കുമ്പോൾ ഹാഡ് നോട്ട് കം അബൌട്ട് അണ്ടർ മിഡിൽ ഓഫ് ദി 19ാം നൂറ്റാണ്ടിന്റെ മധ്യഭാഗം വരെ ഇന്ത്യയിൽ നാഷണലിസം ഉടലെടുത്തിട്ടില്ല എന്നുള്ളത്. അതും ശരിയാണ്. 5ാമത്തത് നമ്മൾ ട്രൂ ഓർ ഫാൾസ് അല്ല, സാധാരണ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. മെൻഷൻ 2 പോയിന്റ് വിച്ച് ആർ ക്രൂഷ്യൽ ടു ദി അണ്ടർസ്റ്റാൻഡ്. ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന 2 പ്രധാന പോയിന്റ് എന്തൊക്കെയാണ്? ഒന്ന് പറയുന്നത് ഓപ്പോസിഷൻ ബ്രിട്ടീഷ് കൊളോണിയൽ റൂള് എന്ത് ചെയ്യുക, എതിർക്കുക. യൂണിറ്റി ഓഫ് ഇന്ത്യൻ സിപ്പായിമാരുടെ ഇടയിൽ എന്ത് ചെയ്യുക, ഒരു ഏകീകൃതം കൊണ്ടുവരിക എന്നുള്ളത്. 6ാമത്തെ ബാങ്കിങ് ചന്ദ്ര ഫെൽറ്റ് ദാറ്റ് ദി ഐഡിയ വെസ്റ്റ്. ബാങ്കിങ് ചന്ദ്ര എന്ന് പറയുന്നത് വെസ്റ്റേൺ സിവിലൈസേഷൻ, പടിഞ്ഞാറൻ സംസ്കാരം ഇന്ത്യയിൽ അപ്ലൈ ചെയ്തു എന്നുള്ളത്. അത് തെറ്റാണ്, ഫാൾസ് ആണ്. ലീഡേഴ്സ് ലൈക്ക് ദയാനന്ദ, വിവേകാനന്ദ ഡിറൈവ്ഡ് ദെയർ ഇൻസ്പിറേഷൻ ഫ്രം ദി യൂറോപ്യൻ ആശയങ്ങൾക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ആളുകളാണ് ദയാനന്ദ, വിവേകാനന്ദ പോലുള്ള ആളുകൾ. അത് തെറ്റാണ്. ലാസ്റ്റ്, എക്കണോമിക് നാഷണലിസം. സാമ്പത്തികപരമായ ദേശീയത ആയിക്കോട്ടെ, സാംസ്കാരിക ദേശീയത ആയിക്കോട്ടെ, നാഷണലിസം ബേസ്ഡ് ഓൺ റിലീജിയൻ ഫോളോഡ്, അല്ലെ, മതപരമായ ബേസ് ചെയ്തിട്ടുള്ള ദേശീയത ആയിക്കോട്ടെ, ഇതൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള വഴിയിലൂടെയാണ് പോകുന്നത്. പക്ഷെ അത് അവസാനിക്കുന്നത് ഒരേ രീതിയിലാണ് അവസാനിക്കുന്നത്. ഈ പറയുന്ന സാമ്പത്തിക ദേശീയത ആയിക്കോട്ടെ, കൾച്ചർ ആയിക്കോട്ടെ, മതപരമായ ദേശീയതയ്ക്ക് വ്യത്യസ്ത റൂട്ടുകളിലൂടെ പോയാലും ഒന്നിച്ച് അവസാനിക്കുന്നു. അത് ശരിയായിട്ടാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ വരുന്ന ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായി നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്ന എല്ലാ ക്ലാസ്സുകളും ന്യൂ സിലബസ് അനുസരിച്ച് നമ്മുടെ ചാനലിന്റെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. എല്ലാ വിഷയത്തിന്റെ മലയാളത്തിലുള്ള ഗൈഡുകളും അവൈലബിൾ ആണ്. അതേപോലെ തന്നെ അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക് 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് SSLC+2 ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിലും നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, ഗൈഡുകൾ, അസൈൻമെന്റുകൾ, പ്രാക്ടിക്കൽ റെക്കോർഡുകൾ എല്ലാം നമ്മൾ നൽകുന്നുണ്ട്. ഞാൻ ഒരിക്കലും വീട്ടിൽ നിന്ന് ഓൺലൈനായിട്ട് പരീക്ഷ എഴുതാൻ പറ്റുന്നുണ്ട്. ബോസ് എഡ്യൂക്കേഷനിലുള്ള SSLC+2 നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ഇഗ്നോ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷൻ നൽകുന്നുണ്ട്. കൂടുതലൊക്കെ കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ 9037114679. ഓക്കെ, താങ്ക് യു.